മമ്മൂക്കയെ വെച്ചിട്ടാണ് നമ്മൾ ഈ വേറെ ആൾക്കാരെ റാഗ് ചെയ്യുന്നത്. മമ്മൂട്ടിയുടെ എല്ലായിടത്തും ഭയങ്കര ബഹുമാനവും പേടിയൊക്കെയാണല്ലോ. അപ്പം ഞാനും മമ്മൂക്കയും കൂടെ ഇങ്ങനെ നടന്നിങ്ങനെ വരിക ഒരു ലൊക്കേഷനിലോട്ട്, ഒരു ഹോസ്പിറ്റലിലാണ് നടന്നിങ്ങനെ വന്നപ്പോഴത്തേക്ക് ആ ഹോസ്പിറ്റലിൽ തന്നെ ഫൈനൽ മെഡിക്കൽ കോളേജും കൂടെ ഉണ്ട് ആ ഹോസ്പിറ്റലിൽ, ഹൈദരാബാദിലാണ്. അവിടെ ഉള്ളൊരു മലയാളി പയ്യൻ അഭിനയിക്കുന്നുണ്ട്. അവൻ ഫൈനൽ ഇയറാണ്. പക്ഷെ സിനിമയോടുള്ള ആ ഭയങ്കര ആഗ്രഹം കാരണം ഡയറക്ടർ പറഞ്ഞ ഇയാൾ ഒരു സ്റ്റുഡൻ്റായിട്ട് തന്നെ അഭിനയിച്ചു. അപ്പോൾ കുറച്ച് ചെറിയ എന്തും ഡയലോഗൊക്കെ ഉണ്ട്. അപ്പോൾ ഇയാൾ ഡോക്ടർ പരീക്ഷയ്ക്ക് പഠിക്കുകയാണ്, കാണാനും നല്ല ഭംഗിയുണ്ട്. ഇയാളവിടെ വന്നപ്പോഴത്തേക്ക് ഈ ജൂനിയർ ആർട്ടിസ്റ്റിൽ 1-2 പെമ്പിള്ളേർ ഇയാളുടെ അടുത്ത് പോയി പരിചയപ്പെട്ടു. ഇവിടെ പഠിക്കുകയാണല്ലേ, അത് ശരി, എന്താ പേര്, നാട്ടിലെവിടെയാണെന്നൊക്കെ ചോദിച്ചിട്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് നിന്നപ്പം ഞാനും മമ്മൂട്ടിയും കൂടെ കയറി വന്നു. മമ്മൂട്ടി അതൊന്നും കണ്ടതുപോലുമില്ല. മമ്മൂട്ടി ഇങ്ങനെ പോയി, ഞാൻ കണ്ടു. അപ്പം ഇവൻ പതറി വന്നു. അതിലാണ് ഞാൻ ശ്രദ്ധിച്ചത്, ഇവൻ ഇങ്ങനെയൊക്കെ ഒന്ന് പതറി. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തോ ഒരു സ്കോപ്പ് ഉണ്ടല്ലോ, കിടക്കുന്നുണ്ടല്ലോ. കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ വിളിച്ച്, എന്താ ഇവിടെ നടക്കുന്നു? എൻ്റെ അടുത്തൊന്ന് സംസാരിച്ചത്, ഞാനല്ലേ സംസാരിച്ചത്, എൻ്റെ അടുത്തൊന്ന് സംസാരിച്ച. അപ്പോൾ ഞാൻ പറഞ്ഞു, ഓ ഇവൻ വീണ്. ഞാൻ പറഞ്ഞു മമ്മൂക്കയ്ക്ക് ഭയങ്കര വിഷമമായി പോയി. മമ്മൂക്ക എൻ്റെ ഇത്രയും നേരം അതാ സംസാരിച്ചുകൊണ്ടിരുന്നു. ആ പയ്യൻ നല്ലൊരു പയ്യനല്ല, ഫൈനൽ ഇയർ പഠിക്കുന്നില്ല, അവനെന്ത് ഈ അഭിനയിക്കാമെന്ന് അഭിനയിച്ചിട്ട് കൊണ്ട് ഈ പെൺകുട്ടികളുമായിട്ടൊക്കെ എന്തെന്നും പറഞ്ഞു. ഞാൻ പറഞ്ഞു പിന്നെ ഞാൻ പിന്നെ സമാധാനപ്പിടിച്ചേക്കുന്നു. അയ്യോ ഇനിയിപ്പോൾ എന്ത് ചെയ്യും, ദൈവമേ എനിക്ക് വയ്യെന്ന്. ഞാൻ വേറൊന്നും വേണ്ട, കുറച്ച് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് അടുത്ത് വന്നിട്ട് സോറി എന്ന് പറഞ്ഞാൽ മതി, അത്രയേ ഉള്ളൂ പുള്ളി. ഞാൻ നമുക്ക് അടുത്തൊന്നും പറഞ്ഞില്ല. ഞാൻ അടുത്ത് വന്നിരുന്നപ്പോഴത്തേക്ക് ഇവൻ കറങ്ങി വരുന്നുണ്ട്. മമ്മൂട്ടിയുടെ മുമ്പിൽ വന്നിട്ട് സോറി മമ്മൂട്ടി പോയി സമാധാനം. ഞാൻ ശരി പോയതിനു ശേഷം എൻ്റെ അടുത്ത് പറഞ്ഞു, അവൻ അഹങ്കാരിയാണല്ലോ, അവൻ ഇങ്ങനെയാണോ എൻ്റെ അടുത്ത് ഒരു സീനിയർ ആളുടെ അടുത്ത് ഒന്ന് ഒരു വളരെ ഹമ്പിളായിട്ട് പറയണ്ടേ, ഇവനെന്താ ദേഷ്യം വന്നാണ്. ഓ എനിക്ക് പോയി ഞാൻ ആകെ പതറിയിരിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെ കാറിൽ കയറാൻ നേരത്ത് ഞാൻ പറഞ്ഞു, ഇനി ഇത് ആവർത്തിക്കില്ലെന്നൊന്ന് പറഞ്ഞുതരാം, തീരട്ടെ. എൻ്റെ അടുത്ത് ഭയങ്കര ദേഷ്യം, നിങ്ങൾ പഠിക്കാൻ വന്നതാണോ, പെമ്പിള്ളേരുടെ സംസാരിക്കാൻ വന്നതാണോ. കാറിൽ കയറാൻ നേരത്ത് ഇവൻ ഇങ്ങനെ അസ്ത്രമിട്ടണൊക്കെ വന്നിട്ട് ഇനി ഇത് ആവർത്തിക്കില്ല. ഞാൻ പറഞ്ഞു അവിടെ മമ്മൂക്ക വീണ്ടും പുള്ളിക്ക് എന്താണ് പറയുന്നതെന്നോ എന്താന്ന് പറയാം, ആരോ എന്തോ പറഞ്ഞു. കാറിൽ കയറിയപ്പോൾ ഞാൻ ഫുൾ എപ്പിസോഡ് പറഞ്ഞു. പുള്ളി എന്നെ 2-3 അടി, ഇവിടെ കൊച്ചു പിള്ളേരെ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ കൊണ്ടും കൊടുത്തും കയറി വരണം, അതൊക്കെ ഒരു പാകപ്പെടുത്തലാണ്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള റാഗിങ് ഒക്കെ ഒരുപാട്